അമേരിക്കയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തുടരുന്ന ഉന്നത സയൻറ്റിസ്റ്റുകളുടെ ദുരൂഹ മരണങ്ങളും തിരോധാനങ്ങളും വലിയ ചർച്ചയാകുകയാണ്. 2023 മുതൽ ബഹിരാകാശ ആണവ ശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന 8ഓളം സയൻറ്റിസ്റ്റുകളാണ് ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുകയോ അല്ലെങ്കിൽ കാണാതാവുകയോ ചെയ്തത്. ഇതിൽ ചിലർക്ക് UFO അഥവാ അജ്ഞാത പറക്കും തളികളെക്കുറിച്ചുള്ള ഗവേഷണങ്ങളുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നത് ഈ സംഭവത്തിൻ്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. ഇതിനിടെ ഫീനിക്സിൽ നടന്ന ടേണിംഗ് പോയിന്റ് USA പരിപാടിയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ചില പരാമർശങ്ങളും ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ്. UFOകളുമായി വിശദീകരിക്കാനാകാത്ത മറ്റ് ആകാശ പ്രതിഭാസങ്ങളുമായി ബന്ധപ്പെട്ട ഫെഡറൽ രേഖകൾ പുറത്തുവിടുവാൻ താൻ അടുത്തിടെ നിർദ്ദേശം നൽകിയിരുന്നുവെന്ന് ട്രംപ് പറഞ്ഞു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ പല രേഖകളും ലഭിച്ചിട്ടുണ്ടെന്ന് ട്രംപ് പറയുന്നു. ഇതിലെ ആദ്യ വിവരങ്ങൾ ഉടൻ തന്നെ പുറത്തുവിടും. അതേസമയം ഇത്തരം പ്രതിഭാസങ്ങൾക്ക് അന്യഗ്രഹ ജീവികളുമായി ബന്ധമുണ്ടെന്ന് ഡൊണാൾഡ് ട്രംപ് ഇതുവരെ പരസ്യമായി സമ്മതിച്ചിട്ടുമില്ല. തിരിച്ചറിയാത്ത ആകാശ പ്രതിഭാസങ്ങൾ അഥവാ UAP സംബന്ധിച്ച രേഖകൾ വെളിപ്പെടുത്തണമെന്ന് US കോൺഗ്രസ് അംഗങ്ങളും ഏറെ നാളുകളായി ആവശ്യപ്പെട്ടു വരികയാണ്. വൈറ്റ് ഹൗസുമായും മറ്റ് ഫെഡറൽ ഏജൻസികളുമായി ചേർന്ന് UAP രേഖകൾ ക്രോഡീകരിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കിയതായി അമേരിക്കൻ പ്രതിരോധ വകുപ്പും വ്യക്തമാക്കി. ഇതിനായി രൂപീകരിച്ച ഓൾ ഡൊമെയിൻ അനോമലി റെസൊല്യൂഷൻ ഓഫീസ് അല്ലെങ്കിൽ AARO വഴി നാഷണൽ ആർക്കൈവ്സിലേക്ക് ഈ രേഖകൾ കൈമാറുവാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും ഇതുവരെ പുറത്തുവരാത്ത വിവരങ്ങൾ വേഗത്തിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുവാനുള്ള പ്രസിഡന്റ് തീരുമാനത്തെ പ്രതിരോധ വകുപ്പ് സ്വാഗതം ചെയ്യുന്നുവെന്നും പറയുന്നു. അമേരിക്കയിൽ 1947 1960 ഇടയിൽ 6523 UFO അഥവാ അൺഐഡന്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്റ്റുകൾ കണ്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. റോസ്വെല്ലിൽ പറക്കും തളിക കണ്ട് കൃത്യം 5 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വാഷിംഗ്ടൺ DC ആകാശത്ത് പ്രകാശത്തിൻ്റെ ചില വരകൾ കണ്ടതായി വൈമാനികരും റഡാറിൽ അസാധാരണമായ അതിവേഗതയിൽ സഞ്ചരിക്കുന്ന എന്തോ കണ്ടതായി എയർ ട്രാഫിക് കൺട്രോൾസ് ഓപ്പറേറ്റർമാരും പറഞ്ഞിരുന്നു. തുടർന്ന് എയർഫോഴ്സ് ജെറ്റുകൾ പരിസരം അരിച്ച് പറക്കിയെങ്കിലും ഇതെല്ലാം അപ്രത്യക്ഷമാകുകയായിരുന്നു. പെൻറ്റഗണിൻ്റെ കണക്ക് പ്രകാരം 511 UFOയുടെ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇതിൽ മിക്കതും പറന്ന് നടന്നത് അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് മുകളിലും തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിലുമാണെന്നത് ഏറെ ഗൗരവത്തോടെയാണ് പെൻറ്റഗൺ കാണുന്നത്. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര, 24.